കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനം. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച സംഭവം നിയമസഭയിൽ കൊണ്ടുവരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. മർദ്ദനത്തിന് ഇരയായ സുജിത്തിന് സമരവേദിയിൽ സ്വർണമാല ഊരി നൽകി DCC പ്രസിഡന്റ്. കൊരട്ടി ആറ്റപ്പാടത്ത് മദ്യപിച്ചുണ്ടായ തർക്കത്തിൽ പിതാവ് മരിച്ചു. മകൻ പോലീസ് കസ്റ്റഡിയിൽ. പാലിയേക്കരയിലെ ടോൾ പിരിവിനുള്ള സ്റ്റേ തിങ്കളാഴ്ച വരെ നീട്ടി ഹൈക്കോടതി. മണ്ണുത്തി എടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച് നിലവിലെ സാഹചര്യം കളക്ടർ കോടതിയെ ധരിപ്പിച്ചു. കുന്നംകുളം പോലീസ് സ്റ്റേഷന് മാവോയിസ്റ്റ് ഭീഷണി. മാനന്തവാടി സ്വദേശിയാണ് കത്തയച്ചതെന്ന് പോലീസ്. സ്വർണവിലയിൽ വീണ്ടും വർധന. പവന് 160 രൂപ കൂടി 81,040 രൂപയിലെത്തി. 1 ഗ്രാം സ്വർണത്തിന് 10,130 രൂപ. കേച്ചേരിയിൽ KSRTC ബസ് കണ്ടക്ടറെ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ ക്രൂരമായി മർദ്ദിച്ചു. കരുനാഗപ്പള്ളി സ്വദേശി രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. വാർത്തകൾ വിശദമായി. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും മാർച്ച് നടത്തി കോൺഗ്രസ്. പ്രതികളായ എല്ലാ പോലീസുകാരെയും പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടാണ് KPCCയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. സംസ്ഥാനതല പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. സുജിത്തിന് മർദ്ദനമേറ്റ സംഭവം നിയമസഭയിൽ അതീവ ഗൗരവത്തിൽ കൊണ്ടുവരുമെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞു. കുന്നംകുളത്തെ പോലീസ് മർദ്ദന കേസിലെ പ്രതികളെ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി കൊടുത്തു എന്നതാണ് കേരള പോലീസ് നൽകിയ ശിക്ഷ. മനുഷ്യജീവൻ സംരക്ഷിക്കേണ്ട പോലീസ് തന്നെ മനുഷ്യജീവൻ തട്ടിയെടുക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടത്തുന്നത്. സുജിത്തിനെ മർദ്ദിച്ചവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും KPCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. പോലീസ് മർദ്ദനത്തിനിരയായ സുജിത്തിനെ ചേർത്തുപിടിച്ച് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. വിവാഹ സമ്മാനമായി പ്രതിഷേധവേദിയിൽ വെച്ച് 2 പവന്റെ സ്വർണമാല DCC പ്രസിഡന്റ് ഊരി നൽകി. 15-ാം തീയതിയാണ് സുജിത്തിന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. പോലീസ് മർദ്ദനത്തിനെതിരെ നാടാകെ പ്രതിഷേധങ്ങൾ നടക്കുന്ന സമയമാണ്. കുന്നംകുളത്ത് കോൺഗ്രസിന്റെ ജനകീയ പ്രതിഷേധ സദസ്സായിരുന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആയിരുന്നു ഉദ്ഘാടകൻ. ഉദ്ഘാടന പ്രസംഗത്തിൽ KC വേണുഗോപാൽ വിവാഹ സമ്മാനമായി കഴിഞ്ഞ ദിവസം മോതിരം നൽകിയ കാര്യം അദ്ദേഹം പരാമർശിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മാലയെങ്കിലും നൽകണമെന്ന് ഹാസ്യരൂപേണ പറയുകയും ചെയ്തു. പറഞ്ഞു തീരും മുൻപ് ജോസഫ് ടാജറ്റ് മാല നൽകുന്നതായി മുൻ MP TN പ്രതാപൻ പ്രഖ്യാപിച്ചു. വേദിയിൽ വെച്ച് തന്നെ കഴുത്തിലണിഞ്ഞിരുന്ന 2 പവൻ തൂക്കം വരുന്ന മാല ഊരി DCC പ്രസിഡന്റ് നൽകി. വേദിയിൽ തന്നെ മാല സുജിത്തിന്റെ കഴുത്തിലണിയിക്കുകയും ചെയ്തു. TCV ന്യൂസ്, കുന്നംകുളം. പോലീസ് സ്റ്റേഷനുകൾ CPM ഓഫീസുകളായി മാറിയെന്ന് DCC സെക്രട്ടറി അനിൽ പുളിക്കൻ അഭിപ്രായപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ നേരെ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ക്രൂരമായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചും കസ്റ്റഡി മർദ്ദനത്തിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥരെ സിവിൽ സർവീസിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടും കോൺഗ്രസ് വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, പാവറട്ടി, എളവള്ളി, തൈക്കാട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ ജനകീയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PK രാജൻ, കോൺഗ്രസ് നേതാക്കളായ സിജു പാവറട്ടി, AT സ്റ്റീഫൻ, PB ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹത്തിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് സമരം ചെയ്യുന്നത് എന്നും സ്ത്രീകൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോകാൻ മടിക്കുകയാണെന്നും മുൻ MLA TV ചന്ദ്രമോഹൻ പറഞ്ഞു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ എല്ലാ പോലീസുകാരെയും സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തൃശൂർ ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് സമീപം നടത്തിയ ജനകീയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ ബ്ലോക്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. മുൻ മേയർ IP പോൾ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ J പല്ലൻ, DCC സെക്രട്ടറി ഉസ്മാൻ ഖാൻ, രവി താണിക്കൽ, നോർത്ത് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആശിഷ് മൂത്തേടത്ത്, സൗത്ത് മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് പുലിക്കോട്ടിൽ, വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ടോം ആന്റണി, ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ജോർജ് ചാണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. SI ആണ് ഇടിച്ചതെങ്കിൽ ഉടനെ നടപടി എടുത്തു കഴിഞ്ഞാൽ അയാളെ നടപടി ശിക്ഷിക്കേണ്ടി വരും.
പോലീസിന്റെ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ MLA, PC വിഷ്ണുനാഥ് MLA എന്നിവർ സന്ദർശിച്ചു. സുജിത്തിന് നീതി ലഭിക്കാൻ ആവശ്യമായ നിയമ നടപടികൾക്ക് പാർട്ടിയുടെ പൂർണ്ണ സഹായം ഉണ്ടാകുമെന്ന് നേതാക്കൾ അറിയിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, KPCC സെക്രട്ടറിമാരായ ജോൺ ഡാനിയൽ, രാജേന്ദ്രൻ അരങ്ങത്ത്, സുനിൽ അന്തിക്കാട് എന്നിവരും ഉണ്ടായിരുന്നു. കൊരട്ടി ആറ്റപ്പാടത്ത് മദ്യപിച്ചുണ്ടായ സംഘർഷത്തിൽ പിതാവ് മർദ്ദനമേറ്റ് മരിച്ചു. മകൻ പോലീസ് കസ്റ്റഡിയിൽ. ആറ്റപ്പാടം കരിയാട്ടിൽ 62 വയസ്സുള്ള ജോയി ആണ് മരിച്ചത്. മകൻ ക്രിസ്റ്റിയെ ചാലക്കുടി DYSP PC ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രക്തത്തിൽ കുളിച്ചു കിടന്ന ജോയിയുടെ മരണം എങ്ങനെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഇരുവരും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അവിവാഹിതനായ ക്രിസ്റ്റിയും പിതാവ് ജോളിയും സ്ഥിരമായി വീട്ടിൽ മദ്യപിക്കാറുണ്ടെന്ന് പറയുന്നു. ടൈൽസ് ജോലിക്കാരനായ ക്രിസ്റ്റി ചൊവ്വാഴ്ച രാത്രിയും മദ്യപിച്ചാണ് വീട്ടിലെത്തിയത്. വീണ്ടും പുറത്തുപോയി മദ്യം വാങ്ങി ഇരുവരും കുടിച്ചു. തുടർന്നാണ് പരസ്പരം വാക്കേറ്റമുണ്ടായത്. അർദ്ധരാത്രിയാണ് പിതാവ് അബോധാവസ്ഥയിൽ കിടക്കുന്നുവെന്ന് ക്രിസ്റ്റി തന്നെയാണ് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിച്ചറിയിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച് നിലവിലെ സ്ഥിതി തൃശൂർ ജില്ലാ കളക്ടർ ഹൈക്കോടതിയെ ധരിപ്പിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഓൺലൈനിലൂടെയാണ് ഹാജരായത്. അതേസമയം ടോൾ പിരിക്കുന്നതിനുള്ള സ്റ്റേ ഹൈക്കോടതി തിങ്കളാഴ്ച വരെ നീട്ടി. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് ചിലയിടങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ഗതാഗതക്കുരുക്കും യാത്രാ ദുരിതവും പൂർണ്ണമായി മാറ്റാൻ കരാർ കമ്പനിക്കായിട്ടില്ല. കേസ് തിങ്കളാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. കുന്നംകുളം പോലീസ് സ്റ്റേഷന് മാവോയിസ്റ്റ് ഭീഷണി. മാവോയിസ്റ്റ് എന്ന് അവകാശപ്പെട്ട് മാനന്തവാടി സ്വദേശിയാണ് ഭീഷണി കത്ത് അയച്ചത്. രാധാകൃഷ്ണൻ, മാവോയിസ്റ്റ്, ചീഫ് കേരള എന്ന പേരിലാണ് കത്ത് ലഭിച്ചത്. സമാനമായ രീതിയിൽ മുൻപും ഇയാൾ കത്തുകൾ അയച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. നിരോധിത മാവോയിസ്റ്റ് സംഘടനകളുമായി ഇയാൾക്ക് ബന്ധമില്ല. മാനസിക രോഗത്തിന് ചികിത്സ തേടുന്നയാളാണ് രാധാകൃഷ്ണനെന്ന് പോലീസ് പറഞ്ഞു. സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. പവന് 160 രൂപ കൂടി 81,040 രൂപയിലെത്തി. ഇന്നലെ പവന് 1000 രൂപ വർദ്ധിച്ചിരുന്നു. നിലവിൽ 1 ഗ്രാം സ്വർണത്തിന്റെ വില 10,130 രൂപയാണ്. കഴിഞ്ഞ ജനുവരിക്ക് ശേഷം ഇതുവരെ സ്വർണത്തിന് വർദ്ധിച്ചത് 21,040 രൂപയാണ്. കേച്ചേരിയിൽ KSRTC ബസ് കണ്ടക്ടറെ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ മർദ്ദിച്ചു. കരുനാഗപ്പള്ളി സ്വദേശി ഗുരുസദനം വീട്ടിൽ രവീന്ദ്രന്റെ മകൻ രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. കൃഷ്ണരാജ് എന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ മണ്ണുത്തി സ്വദേശി മുഹമ്മദ് സാലിഹ് ആണ് KSRTC ബസ് കണ്ടക്ടറെ മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് പോയിരുന്ന KSRTC ബസ് അക്കിക്കാവ് ബൈപ്പാസ് വഴി കേച്ചേരിയിൽ എത്തിയ സമയത്താണ് KSRTC കണ്ടക്ടർക്ക് മർദ്ദനമേറ്റത്. റോഡ് ബ്ലോക്കായതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്ന് സാലിഹ് KSRTC ബസ് കണ്ടക്ടറെ മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ KSRTC ബസ് കണ്ടക്ടർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ ബസ് കണ്ടക്ടറുടെ 2 പവൻ തൂക്കം വരുന്ന മാല നഷ്ടപ്പെടുകയും ടിക്കറ്റ് മെഷീന് കേടുപാടുകൾ സംഭവിച്ചതായും പറയുന്നു. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ചേട്ടാ വണ്ടിന്ന് പോകൂല. ഹലോ, വണ്ടിന്ന് പോകൂല. വെട്ടുകാട് ഏഴാംകല്ല് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച വിദേശ മദ്യവുമായി മധ്യവയസ്കനെ തൃശൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഏഴാംകല്ല് സ്വദേശി കൊടിമരത്തിങ്കിൽ വീട്ടിൽ സന്തോഷിനെയാണ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ NR രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 500 ലിറ്ററിന്റെ 18 കുപ്പി മദ്യവും പിടിച്ചെടുത്തു. പ്രിവന്റീവ് ഓഫീസർമാരായ ലത്തീഫ്, സിജോമോൻ, ബിജു, നിധിൻ എന്നിവർ മദ്യം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ റാപ്പർ വേടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിനായി ഹാജരായപ്പോഴാണ് തൃക്കാക്കര പോലീസ് വേടനെ അറസ്റ്റ് ചെയ്തത്. വനിതാ ഡോക്ടറുടെ പരാതിയിലാണ് വേടനെ ചോദ്യം ചെയ്തത്. കേസിൽ വേടനെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം വിട്ടയച്ചു. നേപ്പാളിൽ കുടുങ്ങിയ തൃശൂർ സ്വദേശികൾ ഉൾപ്പെടെയുള്ള മലയാളികളെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുന്നു. എരുമപ്പെട്ടി സ്വദേശി ഡോക്ടർ സുജയ് സിദ്ധാർത്ഥൻ, വടാനപ്പള്ളി സ്വദേശി അഭിലാഷ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് ടിബറ്റിലെ ഹോട്ടലിൽ തങ്ങുന്നത്. ഇവർ ഉൾപ്പെടെയുള്ള 100 പേർ അടങ്ങുന്ന സംഘം 10 ദിവസം മുൻപാണ് നേപ്പാളിലെത്തിയത്.
കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ഇടവേള. ഗോബോ നന്ദിര ടി മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. മുണ്ടൂർ ഏഴാം കല്ലിൽ നിയന്ത്രണം വിട്ട കാർ വീടിന്റെ മതിലിൽ ഇടിച്ച് മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കാറിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. വർഗീസ് ചൊവ്വന്നൂരിനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തു. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ് പ്രഖ്യാപനം നടത്തിയത്. ചൊവ്വന്നൂർ സ്വദേശി സുജിത്തിനെ കുന്നംകുളം പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പോലീസിനെതിരെയുള്ള നിയമ പോരാട്ടത്തിന് മുൻനിരയിൽ നിന്നത് വർഗീസ് ചൊവ്വന്നൂരായിരുന്നു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാന ഹോം സ്റ്റേയുടെ മതില് തകർത്തു. കാർഷിക വിളകൾ നശിപ്പിച്ചു. ഹോളി ഏഞ്ചൽസ് സ്കൂളിന്റെ സമീപത്തുള്ള ഹോം സ്റ്റേയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു ആനയുടെ ആക്രമണം. മതിൽ തകർത്ത് അകത്ത് കടന്ന കാട്ടാന പറമ്പിലെ നിരവധി കാർഷിക വിളകൾ നശിപ്പിച്ചു. 1.5 മണിക്കൂറിന് ശേഷമാണ് ആന മടങ്ങിപ്പോയത്. 1 മാസക്കാലമായി പ്രദേശത്ത് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്. എടത്തിരുത്തി ചന്ദ്രാപിന്നി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ വിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിലാണ് ജനകീയ വിചാരണ സദസ്സ് നടത്തിയത്. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചന്ദ്രാപിന്നി വില്ലേജ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചന്ദ്രാപിന്നി സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ജനകീയ വിചാരണ സദസ്സ് DCC എക്സിക്യൂട്ടീവ് അംഗം സജയ് വയനപ്പിള്ളിൽ ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രാപിന്നി മണ്ഡലം പ്രസിഡന്റ് PD സജീവ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് KA അഫ്സൽ, എടത്തുരുത്തി മണ്ഡലം പ്രസിഡന്റ് KK രാജേന്ദ്രൻ, നേതാക്കളായ MU ഉമറുൽ ഫാറൂഖ്, ഡേവിസ് മാളിയേക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാ മിലാദ് കോൺഫറൻസ് വിപുലമായ പരിപാടികളോടെ വ്യാഴാഴ്ച തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നടക്കും. വൈകിട്ട് 7-ന് നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മദ്ഹു റസൂൽ പ്രഭാഷണം നടത്തും. സയ്യദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ കേരള ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PU അലി, സ്വാഗത സംഘം കോർഡിനേറ്റർമാരായ CV മുസ്തഫ സഖാഫി, ജമാലുദ്ദീൻ ഹാജി എന്നിവർ പങ്കെടുത്തു. തൃശൂർ വെസ്റ്റ് ഉപജില്ലയിലെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ സോഷ്യൽ ഓഡിറ്റ് സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ നികുതികാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ റോബ്സൺ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു, കൗൺസിലർമാരായ ശ്രീലാൽ ശ്രീധർ, സുനിത വിനു, സോഷ്യൽ ഓഡിറ്റ് ഫെസിലിറ്റേറ്റർ ജെന്നി ജോസഫ്, VP പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ സദസ്സ് DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഒല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് റിസൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു. VV മുരളീധരൻ, ജോണി ചെറിയത്ത്, ഡേവിസ് ചക്കാലയ്ക്കൽ, സിനോയ് സുബ്രഹ്മണ്യൻ, ഹരീഷ് മോഹൻ, TK ശ്രീനിവാസൻ, നന്ദൻ കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും സീനിയർ നേതാവ് പ്രിയപ്പെട്ട VV മുരളീധരൻ. എടത്തുരുത്തി കുട്ടമംഗലത്ത് യുവാവിനെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് കുനിശ്ശേരി സ്വദേശി 33 വയസ്സുള്ള സജിത് കൃഷ്ണയെ ആണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
മൃതദേഹം അഴുകിയ നിലയിലാണ്. മുറി അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു. പ്രദേശത്ത് ദുർഗന്ധം പരന്നതിനെ തുടർന്ന് പരിസരവാസികൾ വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. പരസ്യ കമ്പനിയിലെ തൊഴിലാളിയാണ് സജിത് കൃഷ്ണ. കയ്പമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂരിലെ കോതപ്പറമ്പിൽ സർവീസ് റോഡ് തകർന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് നിർമ്മാണം തടഞ്ഞു. റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു, KSU സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ PV രമണൻ, AA മുസമ്മിൽ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ടെമ്പിൾ വാർഡിൽ ടൈൽ വിരിച്ച് നവീകരിച്ച വെള്ളാപ്പള്ളി റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. കരാറുകാരനുമായി ഉണ്ടായ നിയമപ്രശ്നങ്ങളെ തുടർന്ന് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ കാലതാമസം നേരിട്ടിരുന്നു. വാർഡ് കൗൺസിലർ CS സുമേഷ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സച്ചിദാനന്ദൻ, ശാന്തി, സാബു, രഘു, ഷീബ, അജയൻ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മാള ബ്ലോക്ക് കമ്മിറ്റി ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷനായി. ഷോൺ പെല്ലിശ്ശേരി, VA അബ്ദുൽ കരീം, PD ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. നിർദ്ദേശപ്രകാരമാണ് എന്തിനാണ് ഈ ശ്രീജിത്തിനെയും നിരപരാധികളായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് പഴയന്നൂർ, എളനാട്, തിരുവല്ലുവാമല, കൊണ്ടാഴി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഴയന്നൂർ പോലീസ് സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധ സദസ്സ് നടത്തി. പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. PC മനോജ് അധ്യക്ഷത വഹിച്ചു. എളനാട് മണ്ഡലം പ്രസിഡന്റ് ശ്രീകുമാർ, ശിവൻ വീട്ടിക്കുന്ന്, PK പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ ഭരണത്തിന് കണ്ട് ഞെട്ടിപ്പോയിട്ടുള്ളതാണ്. യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് വിവിധ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷന് മുൻപിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി TM നാസർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PV രമണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി VM മൊഹിയുദ്ദീൻ, ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു, മണ്ഡലം പ്രസിഡന്റുമാരായ VA നദീർ, AM മുസമ്മിൽ, K വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. അവർക്ക് സഹിക്കവയ്യാത്ത ക്ഷമയുടെ അപ്പുറത്ത് ഒരു കാരണം കിട്ടിയപ്പോൾ എല്ലാവരും പുറത്തു വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് അളഗപ്പ നഗർ, വരന്തരപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. അളഗപ്പ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഡേവിസ് അക്കര, KL ജോസ്, ആൻഡസ് കണ്ണമ്പുഴ, സിജോ ഞെരിഞ്ഞാപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. കസ്റ്റഡി മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര പോലീസ് സ്റ്റേഷനിന് മുന്നിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി V വേണുഗോപാൽ മേനോൻ ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി TM കൃഷ്ണൻ, പാഞ്ഞാൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PT ജെയ്സൺ, കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻ പാറക്കുടി തുടങ്ങിയവർ സംസാരിച്ചു. പോലീസ് അതിക്രമങ്ങൾക്കെതിരെ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് നടത്തി. KPCC സെക്രട്ടറി ജോൺ ഡാനിയേൽ ഉദ്ഘാടനം ചെയ്തു.
ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ പ്രസാദ് ആറ്റൂർ, നാരായണൻകുട്ടി, OU ബഷീർ, MA മുഹമ്മദ് ഇക്ബാൽ, മായ ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു. വിയ്യൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ ആക്ഷേപിച്ചതായി ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വിയ്യൂർ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. സ്റ്റേഷനിൽ നിന്നും പുറത്തേക്കിറങ്ങിയ പോലീസ് ജീപ്പിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ആക്ഷേപിച്ചതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളുമായി വിയ്യൂർ SHO നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. വിൽവട്ടം, കോലഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി നടത്തിയ പ്രതിഷേധ സമരത്തിന് അയ്യന്തോൾ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KA അനിൽകുമാർ, വിൽവട്ടം മണ്ഡലം പ്രസിഡന്റ് നിഖിൽ സതീശൻ എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് കൊടകര, കോടശ്ശേരി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൊടകര പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും തുടർന്ന് ജനകീയ സദസ്സും സംഘടിപ്പിച്ചു. കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് കോടശ്ശേരി മണ്ഡലം പ്രസിഡന്റ് MO ജോൺ, ഡെൽജിത്ത് ഞർലേലി, സദാശിവൻ കുറുവത്ത്, CV ആന്റണി, MK ഷൈൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പോലീസ് അതിക്രമങ്ങൾക്കെതിരെ മറ്റത്തൂർ, പറപ്പൂക്കര മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ വിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി സെബി കുടിയൻ അധ്യക്ഷത വഹിച്ചു. സോമൻ മുദ്രത്തിക്കര, ഷാഫി കല്ലുപറമ്പിൽ, ഫ്രാൻസിസ് പടിഞ്ഞാറത്തല, MK രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് പ്രവർത്തകർ പുതുക്കാട് പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ സദസ്സ് DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, സന്ദീപ് കണിയത്ത്, ഷാജു കാളിയങ്കര, സുന്ദരി മോഹൻദാസ്, പോൾസൺ തെക്കുംപിടിക തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഉത്സവം നടക്കുന്നതിനിടയ്ക്ക് പുറത്തു വന്നിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കുറുക്കഞ്ചേരി സ്വദേശിയായ സബീർ നിർമ്മിച്ച മഹാനടൻ എന്ന ആൽബം ഹിറ്റാകുന്നു. റിലീസ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മമ്മൂട്ടി അടക്കം നിരവധി പേരാണ് ആൽബത്തെക്കുറിച്ച് മികച്ച അഭിപ്രായം രേഖപ്പെടുത്തിയത്. BK ഹരിനാരായണനാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സൂരജ് കുറുപ്പാണ് സംഗീത സംവിധാനം. ആവണി മൽഹാറും സൂരജ് കുറുപ്പും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. അനിൽ എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. ഈ മാസം 6-ന് തേക്കിൻകാട് മൈതാനിയിൽ നടന്ന ചടങ്ങിലാണ് ആൽബം റിലീസ് ചെയ്തത്. മമ്മൂട്ടിയുടെ കാർ നമ്പറായ 369 ചേർത്ത് M369 എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് മഹാനടൻ എന്ന ആൽബം റിലീസ് ചെയ്തിരിക്കുന്നത്. 40 വർഷമായി മമ്മൂട്ടിയുടെ ആരാധകനാണെന്നും മമ്മൂട്ടിയെക്കുറിച്ച് ഇതുവരെ ഇറങ്ങിയ ഒരു പാട്ടും തനിക്ക് തൃപ്തി തരാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു ആൽബം ഇറക്കാൻ പ്രചോദനമായതെന്നും സബീർ പറഞ്ഞു. ഞാൻ ഒരു 10-40 വർഷമായിട്ട് മമ്മൂക്കയുടെ ഒരു ആരാധകനാണ്. അപ്പം മമ്മൂക്കാനെ കുറിച്ച് 45 വർഷമായി മമ്മൂക്ക ലൈവായിട്ട് മലയാള സിനിമയിലുണ്ട്. അപ്പോൾ മമ്മൂക്കാനെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാട്ടുകളൊന്നൊരു ഫാൻ എന്ന നിലയ്ക്ക് എനിക്ക് അത്ര തൃപ്തി നൽകിയിട്ടില്ല. ഒരു പാട്ട് അങ്ങനെ ചെയ്യണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. ഈ സെപ്റ്റംബർ 7 മമ്മൂക്കയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. ബർത്ത്ഡേയിൽ അങ്ങനെ ഒരു പാട്ട് നമ്മൾ ഇറക്കി. ആ വീഡിയോ ആൽബത്തിൻ്റെ പേര് മഹാനടൻ എന്നാണ്. ഞാനാണ് ആ പാട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മമ്മൂക്ക പാട്ട് കേട്ടു, നല്ല അഭിപ്രായമാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയുന്നു. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. 35 വർഷങ്ങൾക്ക് മുൻപ് തൃശൂരിൽ ആദ്യമായി മമ്മൂട്ടി ഫാൻസിന് തുടക്കം കുറിച്ചത് കൂർക്കഞ്ചേരി സ്വദേശി സബീറാണ്. 90കളിൽ തിയേറ്റർ പ്രവർത്തനം തുടങ്ങിയ സബീർ സ്ക്രിപ്റ്റ് റൈറ്റർ, അസിസ്റ്റന്റ് ഡയറക്ടർ, അഭിനേതാവ് എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയനാണ്. TCV ന്യൂസ്, തൃശൂർ. മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിലെ അസോസിയേഷൻ ഓഫ് സലേഷ്യൻ കോർപ്പറേറ്റ്സിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഏകദിന സെമിനാർ സംഘടിപ്പിക്കും. 21ാം നൂറ്റാണ്ടിലെ അധ്യാപകരുടെ ശാക്തീകരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി ശനിയാഴ്ച മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിൽ നടക്കുന്ന ഏകദിന സെമിനാർ ടീച്ചേഴ്സ് കോൺക്ലേവ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മാർ ബോസ്കോ പുത്തൂർ മുഖ്യ അതിഥിയാകും. വാർത്താസമ്മേളനത്തിൽ കോളേജ് മാനേജർ ഫാദർ സിറിൽ ജോൺ എടമന, കോർഡിനേറ്റർ ദേവസി കൊക്കൻ, ജനറൽ കൺവീനർ KT ഡേവിസ്, സെക്രട്ടറി ജോസ് പുതുക്കാടൻ, ജോയിന്റ് കൺവീനർ ജോമോൻ ചെറുശ്ശേരി എന്നിവർ പങ്കെടുത്തു.
കവിതകൾ എഴുതുന്ന സുഹൃത്തിനെ പ്രോത്സാഹനവുമായി സഹപാഠികൾ. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് സഹപാഠിയായ NC ശശികുമാറിന്റെ കവിതകൾ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുന്നത്. 1982-83 വർഷത്തെ SSLC ബാച്ച് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഈ മനോഹര തീരത്ത് എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 എരുമപ്പെട്ടി സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന സാംസ്കാരിക സദസ്സിൽ പുസ്തകം പ്രകാശനം ചെയ്യും. കവി രാവുണ്ണി പ്രധാനാധ്യാപിക ബീന C ജേക്കബിനെ ആദ്യ പ്രതി നൽകി പ്രകാശനം നിർവഹിക്കും. സൗഹൃദം സെന്റർ നടത്തിയ ഓണാഘോഷം നടൻ N നന്ദകിഷോർ ഉദ്ഘാടനം ചെയ്തു. സെന്റർ ഡയറക്ടർ പ്രൊഫസർ പുന്നയ്ക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ നേതാക്കളായ കുറ്റിപ്പുഴ രവി, KA ഗോവിന്ദൻ, ഉഷ രാമചന്ദ്രൻ, KH സിദ്ദിഖ്, VK ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി വാഗ കുന്നത്തുള്ളി ക്ഷേത്രം റോഡ് കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവ് ചെയ്താണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. റോഡിൽ ഗതാഗത തടസ്സമായി നിന്നിരുന്ന വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചിരുന്നു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായി. ജനപ്രതിനിധികളായ രാജീവ് മണികണ്ഠൻ, ഷാലി ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. പൊയ്യ പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ആയുഷ് ഹെൽത്ത് വെൽനസ് സെന്ററിൽ യോഗ ഹാൾ തുറന്നു. ഹാളിന്റെ ഉദ്ഘാടനം പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് നിർവഹിച്ചു. വികസന സ്ഥിരം സമിതി അധ്യക്ഷ ജോളി സജീവ്, AS വിജീഷ്, NAM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ആര്യ സോമൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MS അഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളറക്കാട് തിപ്പിലശ്ശേരി റോഡിലെ കുഴികൾ മുൻ പഞ്ചായത്ത് മെമ്പർ PV അപ്പു നായരുടെ നേതൃത്വത്തിൽ അടച്ചു. മെറ്റലും മണ്ണും ഇട്ടാണ് റോഡിലെ കുഴികൾ അടച്ചത്. അഷ്റഫ് പള്ളിമേപ്പുറം, VK ഇബ്രാഹിം, ജാക്സൺ വെള്ളറക്കാട് എന്നിവർ നേതൃത്വം നൽകി. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,130 രൂപ, പവന് 81,040 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനം. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച സംഭവം നിയമസഭയിൽ കൊണ്ടുവരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. മർദ്ദനത്തിനിരയായ സുജിത്തിന് സമരവേദിയിൽ സ്വർണ്ണമാല ഊരി നൽകി DCC പ്രസിഡന്റ്. കൊരട്ടി ആറ്റപ്പാടത്ത് മദ്യപിച്ചുണ്ടായ തർക്കത്തിൽ പിതാവ് മരിച്ചു. മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വലിയക്കരയിൽ ടോൾ പിരിവിനുള്ള സ്റ്റേ തിങ്കളാഴ്ച വരെ നീട്ടി ഹൈക്കോടതി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച് നിലവിലെ സാഹചര്യം കളക്ടർ കോടതിയെ ധരിപ്പിച്ചു. കുന്നംകുളം പോലീസ് സ്റ്റേഷന് മാവോയിസ്റ്റ് ഭീഷണി. മാനന്തവാടി സ്വദേശിയാണ് കത്തയച്ചതെന്ന് പോലീസ്. സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. പവന് 160 രൂപ കൂടി 81,040 രൂപയിലെത്തി. 1 ഗ്രാം സ്വർണത്തിന് 10,130 രൂപ. കേച്ചേരിയിൽ KSRTC ബസ് കണ്ടക്ടറെ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ ക്രൂരമായി മർദ്ദിച്ചു. കരുനാഗപ്പള്ളി സ്വദേശി രാജേഷ് കുമാറിനാണ് മർദ്ദനമേറ്റത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.